ഓക്കെ, നോക്കിക്കോളൂ. നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എഴുതിക്കോളൂ. കാൽക്കുലേറ്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണേ. കാൽക്കുലേറ്റ്. സ്ക്രീൻ ചെയ്തിട്ടുണ്ടോ? ഒരു സെക്കൻഡ്. Calculate the mass of SO3 produced. Calculate the mass of SO3 produced if 500 gram SO2 reacts with 200 gram O2. 500 gram SO2 react with 200 gram O2 according to the equation 2SO2 plus O2 gives 2SO3. Identify the limiting reagent. Identify the limiting reagent. Limiting reagent. Okay, അതായത് calculate the mass of SO3 produced if 500 gram of SO2 react with 200 gram of O2 according to the equation 2SO2 plus O2 gives 2SO3. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് കഴിയുന്നതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ക്വസ്റ്റ്യൻ എഴുതുക. ഒരു 2 മിനിറ്റ് തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു 2 മിനിറ്റ് തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അറിയത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഇവർ പറഞ്ഞിട്ട് നമ്മൾ ആ റിയാക്ഷൻ അങ്ങോട്ട് താഴോട്ട് എഴുതാം. നോക്കിയോ, 2SO2 പ്ലസ് O2 ഗീവ്സ് 2SO3. അവർ പറഞ്ഞിരിക്കുന്നത് SO3യുടെ എത്ര SO3 ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ ഇതിനകത്ത് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന, കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്ത അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത ആളിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടുള്ള ആളിനെയാണ് നമ്മൾ എക്സസ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്, ഇതായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്, അല്ലെങ്കിൽ ഇതായിരിക്കും എക്സസ് റിയേജന്റ്, അല്ലെങ്കിൽ ഇതായിരിക്കും എക്സസ് റിയേജന്റ്. ഓക്കെ, ഒന്ന് ലിമിറ്റിംഗ് ആണെങ്കിൽ മറ്റേത് എക്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ റിയാക്ഷന്റെ അർത്ഥം എന്താണ്, 2 മോൾ SO2 റിക്വയർ 1 മോൾ O2 എന്നല്ലേ
ബാലൻസിങ് ദ കെമിക്കൽ റിയാക്ഷൻ വെച്ച് ഇതിന് ഫ്രണ്ടിൽ 2 ഉണ്ട്, ഇതിന് ഫ്രണ്ടിൽ 1 ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്തുവാ? 2 മോൾ SO2-ന് 1 മോൾ ഓക്സിജൻ വേണം റിയാക്ട് ചെയ്യാൻ. എന്താ? ടു പ്രൊഡ്യൂസ് എന്തിനാ? ടു പ്രൊഡ്യൂസ് എന്താണ്? 2 മോൾ SO3. ശരിയല്ലേ? നമുക്ക് തൽക്കാലത്തേക്ക് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവൻ വേണ്ട, ഇവന്റെ കാര്യം പറയണ്ട, ഇവരുടെ രണ്ടുപേരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ 2 മോൾ SO2-ഉം 1 മോൾ ഓക്സിജനും 1 മോൾ O2-മാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാമിലോട്ട് പറയുമ്പോൾ എന്ത് വരും? ഗ്രാമിൽ പറയുമ്പോഴത്തേക്കും 2 ഇൻറ്റു സൾഫറിൻ്റെ എത്ര? 32 പ്ലസ് ഓക്സിജൻ്റെ അത് 2 ഇൻറ്റു 16 അപ്പോൾ എത്ര വരും? 2 ഇൻറ്റു 32 64 എന്ന് വരും. അതായത് 128 ഗ്രാം അല്ലേ? 128 ഗ്രാം. അതായത് 2 മോൾ SO2-നകത്ത് 178 ഗ്രാം SO2 ഉണ്ട്. അപ്പം 128 ഗ്രാം SO2 റിക്വയർ 1 മോൾ ആണ്. 1 മോൾ എന്ന് പറയുമ്പോൾ എത്ര? 1 മോൾ ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്? 1 ഇൻറ്റു എത്രയാണ്? ഓക്സിജൻ്റെ 32, ഓക്സിജൻ അതായത് 16 ഇൻറ്റു 2 ആണ്. അപ്പോൾ എത്രയാണ്? 1 ഇൻറ്റു 32 എന്ന് വരും. അതായത് 32 ഗ്രാം ആണ് അല്ലേ? അതായത് 128 ഗ്രാം SO2 റിക്വയർ 32 ഗ്രാം O2 മോളിക്കൂൾ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമ്മളോട് ഒരു ചോദിച്ചിരിക്കുന്നത് എത്ര? 500 ഗ്രാം SO2 റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 500 ഗ്രാമിന് എത്ര SO2 അല്ല എത്ര O2 വേണം? 500 ഗ്രാം SO2 റിക്വയർ എത്ര O2 വേണം? നമുക്കറിയത്തില്ല. അതിനെ നമ്മൾ നിന്നിട്ടു X എന്നിട്ടു, X ഗ്രാം O2 എന്നിട്ടു. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്താണ് ഇവിടെ നോക്കിയേ, 128 ഡിവൈഡഡ് ബൈ 500 വിച്ച് വിൽ ബി ഈക്വൽ ടു 32 ഡിവൈഡ് ബൈ X. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്. X കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ X ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ എത്രയാണ്? 128 എന്ന് വരുന്നു. ഇതിനെ കട്ട് ചെയ്ത് 32 64 32 64 അപ്പോൾ 8 വരുമ്പോഴത്തേക്കും 125 എന്ന് വരും. 125 ഗ്രാം എന്ന് വരുവേ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, അപ്പം ഇവിടെ അർത്ഥം എന്തുവാ? 500 ഗ്രാം SO2-ന് എത്ര ഗ്രാം ഇത് മതി? 125 മതി. ശരിക്കും 500 ഗ്രാമിന് എത്ര ഇത് വേണമായിരുന്നു? പപ്പാതി വേണമായിരുന്നു അല്ലേ? അപ്പം ഇവിടെ 500 ഗ്രാം ആണ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നത്? 500 ഗ്രാം കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി 500 ഗ്രാം, അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് 500 ഗ്രാം SO2 200 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് റിയാക്ട്സ് വിത്ത് 200 ഗ്രാം O2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 500 ഗ്രാം 200 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ 500 ഗ്രാമിന് എത്ര മതി? 125 ഗ്രാം മതി. അപ്പോൾ ബാക്കി 75 ഗ്രാം O2 എന്താണ്? എക്സസ് ആണ്. ഇത് എക്സസ് ആണെങ്കിൽ ഇതെന്താണ്? ഇത് ലിമിറ്റിംഗ് ആണ്. മനസ്സിലായോ? ശരിക്കും 200 ഗ്രാം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 500 കൂടുതൽ വേണമായിരുന്നു. മനസ്സിലായോ? അപ്പം 200 ഇതിനകത്ത് 500 ഗ്രാം റിയാക്ട് ചെയ്യുന്നത് ഈ 200 ഗ്രാമിനകത്ത് 125 ഗ്രാമുമായിട്ട് മാത്രമായിരിക്കും. ബാക്കി 75 ഗ്രാം O2 അവിടെ എക്സസ് ആയിരിക്കും. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഞാനത് വേർഡിങ്ങിൽ എഴുതാം. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വേർഡിങ്ങിലൊന്നും എഴുതണ്ട. ഇതിങ്ങനെ കണ്ടുപിടിച്ചിട്ട്, അതായത് ഇങ്ങനെ എഴുതുക. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 500 gram SO2 reacts with 200 gram O2, but by equation only 125 gram of O2 is reacted with 500 gram SO2. So O2 will be the excess reagent, and SO2 will be the limiting reagent. 200 റിയാക്ട് ചെയ്യണമെങ്കിൽ 500-ൽ കൂടുതൽ SO2 വേണമായിരുന്നു. മനസ്സിലായോ? ലിമിറ്റിംഗ് റിയേജന്റ്. ഇത് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വേണ്ട ഇത് എഴുതണ്ട. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇത് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോ. ഇത് മനസ്സിലാകാത്തവർ എന്തെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും
ഇത് ഇപ്പം ഇത് ഇക്വേഷൻ ബാലൻസ് ആയിരിക്കും തരുന്നത് ക്വസ്റ്റ്യനില്. ഇതിപ്പോ ബാലൻസ് ആക്കിയിട്ടല്ലേ തന്നത് അവര്? അപ്പൊ ക്വസ്റ്റ്യനില് ബാലൻസ് ആയിരിക്കും തന്നത്. ബാലൻസ് ആയിരിക്കുമോ എന്നുള്ളതോ? ബാലൻസ് ആക്കിയിട്ട് ഒരു തരത്തിലുള്ള ഒരു റിയാക്ഷൻ തരുവാണെങ്കിൽ ബാലൻസ് ഇക്വേഷൻ ആയിരിക്കും തരുന്നത്. ഇനി ബാലൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വരും. അതെല്ലാം നമ്മുടെ യുക്തിയാണ്. അല്ലാതെ ഇപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇപ്പം ഇതില് തന്നിട്ടുണ്ട് SO2+O2=SO3 ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലൻസ് ചെയ്യാതെ ചെയ്യാമല്ലോ അല്ലേ? ബാലൻസ് ചെയ്യാതെ ഒരു റിയാക്ഷൻ ആണ് അവർ തന്നെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പൊ പിന്നെ ഇപ്പം ഇത് ചെയ്തേക്കുന്ന പോലെ ഇപ്പം 2 മോൾ SO2 = 1 മോൾ O2 എന്ന് പറയാമല്ലോ. അല്ല, 2 മോൾ SO2 = 1 മോൾ O2. അതെങ്ങനെ പറയുന്നേ? 2 SO2 റിയാക്ട് O2 ചെയ്യുമ്പോ അല്ലേ 2 SO3 വരുന്നത്? ആണ്. അപ്പൊ 2 മോൾ SO2 = 1 മോൾ O2 എങ്ങനെ ഈക്വൽ ടു ഇട്ട് എങ്ങനെ പറയാം? ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വേർഡിങ്ങിലൊക്കെ നല്ലതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 2 മോൾ SO2-ന് 1 മോൾ O2 മതി റിയാക്ട് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? അപ്പം 2 മോൾ SO2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് നോക്കുമ്പോൾ 128 ഗ്രാം. 1 മോൾ O2-ന്റെ മാസ് കറസ്പോണ്ടിങ് നോക്കുമ്പോൾ 32 ഗ്രാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി ബൈ റിയാക്ഷൻ 128 ഗ്രാം SO2 റിക്വയർ 32 ഗ്രാം O2 ആണ്. നമുക്ക് അപ്പം 2 മോൾ SO2 റിക്വയർ ചെയ്യല്ലോ 1 മോൾ O2 കൂടെ റിയാക്ട് ചെയ്യാൻ വേണ്ടി. വേണം. അന്നേരം ആണെങ്കിൽ അത് ഈക്വല് പറയാലോ. അതെങ്ങനെയാ? മീൻസ് 2 മോൾ റിക്വയർ ചെയ്തില്ലേ 1 മോൾ O2 കൂടെ റിയാക്ട് ചെയ്ത് 2 മോൾ SO2 = 1 മോൾ O2 എന്ന് പറയാമെന്നാണോ ചോദിക്കുന്നത്? അതെങ്ങനെ പറയാമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് രണ്ട് ഈക്വൽ ആണോ? ഈക്വൽ മീൻസ് അതിന്റെ ഒരു റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത്രയും ഈ 2 മോൾ SO2 പിന്നെ 1 മോൾ O2 മതിയല്ലോ. അപ്പൊ ഈക്വൽ ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയണ്ടേ. അപ്പൊ അങ്ങനെ ഈക്വൽ ആവത്തില്ല. ഈക്വൽ അല്ല, നമ്മളത് റിക്വയർ എന്ന് എഴുതുന്നത്. 2 മോൾ അതിനർത്ഥം 2 മോൾ റിക്വയർ 1 മോൾ ഓഫ് O2 എന്നർത്ഥം. ഈക്വൽ എന്നല്ല. അപ്പം 1 മോൾ SO2 റിക്വയർ ഹാഫ് മോൾ ഓഫ് O2 എന്ന് പറയാൻ പറ്റുമല്ലോ. എന്നാ പിന്നെ ഇപ്പം അത് ബാലൻസ് അല്ലെങ്കിൽ 1 മോൾ SO2 + 1 മോൾ O2 എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ലിമിറ്റിംഗ് റിയേജന്റും എക്സസ് റിയേജന്റ്. 1 മോൾ SO2 + 1 മോൾ O2 = SO3 എന്ന് പറയുമ്പോൾ 1 മോൾ SO2 ഹാഫ് മോൾ SO3. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടെ വായിക്കണം. അതായത് ബാലൻസ്ഡ് റിയാക്ഷൻ മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 500 ഗ്രാം SO2 ആണ് തന്നിരിക്കുന്നത്. അത് 200 ഗ്രാം O2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം SO3 പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അല്ല, അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പം ഇവര് പറഞ്ഞു ഇവിടെ നോക്കിയോ, ഞാൻ അത് ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം, നോക്കിയോളൂ. എന്തൊക്കെയോ കൺഫ്യൂഷൻ രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. 500 ഗ്രാം SO2 200 ഗ്രാം O2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? വോയിസ് ഓൺ ആക്കി വെച്ചോ. ആണ്. അപ്പം നമ്മൾ ബാലൻസ്ഡ് റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 500 ഗ്രാമിന് ഇന്നലെ മോൻ തന്നെയല്ലേ ചോദിച്ചത് 500 ഗ്രാം SO2 200 ഗ്രാമോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 1 മോളുടെ 1 ഗ്രാമിന്റെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ചെയ്താൽ മതിയാവും ഇല്ലേ? അപ്പൊ ഇവിടെ എന്താ 500 ഗ്രാമിന് 200 ഗ്രാം വേണം. പക്ഷെ നമ്മളിപ്പം ബാലൻസ്ഡ് റിയാക്ഷൻ വെച്ചിട്ട് 500 ഗ്രാമിന് എത്ര മതിയെന്ന് കണ്ടുപിടിച്ചു, 125 ഗ്രാം O2 മതിയെന്ന് കണ്ടുപിടിച്ചു. അപ്പം അവിടെ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 200 ഗ്രാം ഉണ്ട്. അപ്പൊ ഈ 500 ഗ്രാം പോയിട്ട് 200 ഗ്രാം മൊത്തമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, നമുക്ക് 125 എടുക്കത്തുള്ളൂ. അപ്പൊ 125-ല് ബാക്കി 75 എന്താ ഓക്സിജൻ കൂടി അത് റിയാക്ട് ചെയ്യാതെ കിടക്കുവാണ്. 75 ഓക്സിജൻ മോളിക്കൂൾ അവിടെ എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തില്ല. അപ്പൊ അത് കൂടുതലാ, ഇത് എക്സസ് ആണ്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നുപോയി. അത് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? അവർ വെയിറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് വെയിറ്റിനനുസരിച്ച് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പൊ തിരിച്ചു വരുവാണ്, 500 ഗ്രാം SO2 റിയാക്ട് ചെയ്തിട്ട് 75 ഗ്രാം O2 എന്ന് തന്നാലോ? അപ്പോ ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഇത് കൂടുതലാ, ഇത് കുറവാ, ഈ സെയിം കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ട്. ശരിയല്ലേ? 500 ഗ്രാമിന് എത്ര വേണം? ബാലൻസ്ഡ് കെമിക്കൽ നമ്മൾ റിയാക്ഷൻ ചെയ്തപ്പോൾ 125 ഗ്രാം O2 വേണം. പക്ഷെ നമുക്ക് 75 തന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാ? ഇത് കംപ്ലീറ്റ് മനസ്സിലായോ? തിരിച്ചും മറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
മനസ്സിലായി. ഇല്ല, മനസ്സിലായില്ല. എന്തോ ഒരു ഡൗട്ട് വീണ്ടും കിടക്കുന്നു. അല്ല മീൻസ് ഇപ്പം എന്തുവാ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഇപ്പം ബാലൻസ് അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്തിട്ട് പിന്നെ പറയല്ലോ 1 മോൾ SO2 റിക്വയർസ് ഹാഫ് മോൾ O2 അപ്പൊ 1 മോൾ ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെ? എന്തിനാ ഹാഫ് ഇട്ട് ബാലൻസ് ചെയ്യുന്നത്? ഹാഫ് ഇട്ട് ബാലൻസ് ചെയ്യാനുള്ള നിയമം കെമിസ്ട്രിക്കകത്തുണ്ടോ? ഉണ്ടോ? ഹാഫ് ഇട്ട് ബാലൻസ് ചെയ്യാനുള്ള നിയമം ഉണ്ട്, പക്ഷേ അത് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളിന് മാത്രമേ ഹാഫ് ഇട്ട് ബാലൻസ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. 1 നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു കാണും. എന്താണ് CaSO4 ഡോട്ട് ഹാഫ് H2O എന്ന് പറയുന്ന ജിപ്സത്തെ പറ്റിയും അതേപോലെ തന്നെ എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പറ്റിയൊക്കെ പഠിച്ചു കാണും അല്ലേ? ഹൈഡ്രേറ്റഡ് മോളിക്യൂൾ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് ബാലൻസ് അല്ല. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് റിയാക്ട് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒരു 1/2 H2O റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതായിട്ട് മാറും CaSO4 ഡോട്ട് 2H2 ആയിട്ട് മാറും. ഓക്കെ, അതായത് 1/2 അരയും കൂടെ ചേർത്ത്. ഇത് ഹൈഡ്രേറ്റഡ് മോളിക്യൂളിന്റെ കേസിൽ മാത്രമേ ഇത് വരുന്നത്. ശരിക്കും ഹാഫ് ഇട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്? വെൻ 2 എലമെന്റ് കമ്പൈൻസ് ഇൻ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്നാ പറയുന്നതാണോ? പിന്നെ നീ അപ്പൊ എന്തോ പറയുന്നു? അപ്പൊ എങ്ങനെയാ പറയാൻ പറ്റുന്നത് നമുക്ക് ഹാഫ് ഇട്ടൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ മീൻസ് ഇതിന്റെ മാസ് ഒക്കെ ആയിട്ടേ ചെയ്യാൻ പറ്റും. ലിമിറ്റിംഗ് റിയേജന്റ് അത് മാസിൽ തന്നു കഴിഞ്ഞാൽ മാസിൽ ചെയ്യണം, വോളിയത്തിൽ തന്നു കഴിഞ്ഞാൽ വോളിയത്തിൽ ചെയ്യണം. മനസ്സിലായോ? ഇത് ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇതേപോലെ തന്നെ ഡൗട്ട് ഇതുവരെ നല്ല അതായത് ലിമിറ്റിംഗ് റിയേജന്റ് ഇച്ചിരി മനസ്സിലാക്കാൻ പാടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഡൗട്ട് ഉള്ളവർ ഡൗട്ട് വെച്ചുകൊണ്ട് അടുത്ത ഇതിലേക്ക് പോകരുത്. ധൈര്യമായിട്ട് ചോദിക്കുക. മെൽവിനൊക്കെ ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. മെൽവിൻ. ഓക്കെ, ഇനി അവർ ഒരു ക്വസ്റ്റ്യനൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അതായത് ഈ ഒരു അളവ് വെച്ചിട്ട് SO3 എത്ര പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയോ, അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഇന്നലെ ചെയ്ത കണക്ക് പോലെ. അതായത് 2 SO2 പ്ലസ് 1 O2 ചെയ്തപ്പോൾ എത്ര SO2 ഉണ്ടായി? 2 SO3 ഉണ്ടായി. അപ്പൊ നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് SO3 പ്രൊഡ്യൂസ് ഇഫ് 500 gram ഓഫ് എന്താണ് SO2 കമ്പൈൻസ് വിത്ത് 200 gram O2 അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതായത് ഇതിൽ നിന്ന് ഇതെങ്ങനെ ഉണ്ടായി, എത്ര ഗ്രാം ഉണ്ടായി എന്നും കൂടെ കണ്ടുപിടിക്കണം. നമ്മൾ ഇന്നലെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഏതാണോ ചോദിച്ചിരിക്കുന്നത് അവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എഴുതാനായിട്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളി ഇങ്ങനെ എഴുതാം, ഇത് തമ്മിൽ കണക്ട് ചെയ്യാം. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തത് ഏതാണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടായ പ്രൊഡക്റ്റിന്റെ മാസ് എഴുതാൻ. ഇതിനെ കണക്ട് ചെയ്യണ്ട. കാരണം ഇതിവിടെ കുറെ ഉണ്ട്. ഏതാ, ഒരു 75 ഗ്രാം കൂടെ ഇവിടെ കൂടുതലുണ്ട് ഈ റിയാക്ഷൻ വെച്ചിട്ട്. അപ്പൊ നമ്മൾ എക്സസ് റിയേജന്റിനെ വെച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ പ്രൊഡക്റ്റിന്റെ മാസ് കണ്ടുപിടിക്കാൻ പാടില്ല എന്നുകൂടെ ഓർത്തോണം. അപ്പൊ ഇവിടെ ഇതിനർത്ഥം എന്താ? ഇത് 2 മോളാണ് അല്ലേ? ഇത് 2 മോളാണ് അല്ലേ? ഇത് 2 മോൾ SO2 കമ്പൈൻ വിത്ത് 2 മോൾ അല്ല പ്രൊഡ്യൂസ് 2 മോൾ SO2 പ്രൊഡ്യൂസ് എന്താണ് 2 മോൾ SO3 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിന്റെ മാസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു നമുക്കറിയാം സൾഫറിന്റെ 32 പ്ലസ് 2 ഇൻറ്റു എത്രയാണ്? 16 ആണ് അല്ലേ? അപ്പം ഗ്രാമിൽ പറയുന്ന സമയത്ത് ഇത് എത്ര വരും? 2 ഇൻറ്റു 64 വരും, അതായത് 128 ഗ്രാം. ഇവിടെ അതുപോലെ SO3 എത്ര ഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അതായത് 2 ഇൻറ്റു സൾഫറിൻ്റെത് 32 പ്ലസ് 3 ഇൻറ്റു 16 എന്ന് വരും. അപ്പം 2 ഇൻറ്റു എത്രയാണ്? 32 പ്ലസ് 48 എന്ന് വരും. അപ്പം ഇവിടെ എത്ര ഗ്രാം പ്രൊഡ്യൂസ് ചെയ്തു? ഇവിടെ 160 ഗ്രാം പ്രൊഡ്യൂസ് ചെയ്തു. 160 ഗ്രാം. അപ്പം മാസ് പറയുകയാണെങ്കിൽ 128 ഗ്രാം SO2 പ്രൊഡ്യൂസ് 160 ഗ്രാം SO3 എന്നാണ്. അപ്പൊ നമുക്കറിയാം നമുക്കിവിടെ എത്ര SO2 ആ ഉള്ളത്? 500 ഗ്രാം ആ ഉള്ളത്. 500 ഗ്രാം അപ്പൊ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? അറിയത്തില്ല, കണ്ടുപിടിക്കണം. അതിനെ X എന്ന് എടുത്തു. 500 ഗ്രാം പ്രൊഡ്യൂസ് X ഗ്രാം എത്രയാ? SO2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 128 divided by 500 equal to എത്രയാ? 160 അല്ലേ? ഓക്കെ, 160 ഡിവൈഡ് ബൈ എക്സ്. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 160 ഇൻറ്റു 500 ഡിവൈഡ് ബൈ 128 എന്ന് വരും. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 500 അല്ലേ, 250 വരുന്നു. ഇത് 64 വരുന്നു. വീണ്ടും കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 125 വരുന്നു. ഇത് 32 വരുന്നു. വീണ്ടും ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 80 വരുന്നു. ഇത് 16 വരുന്നു. വീണ്ടും ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 5 വരുന്നു. അപ്പോൾ മൊത്തം
125 ഇൻറ്റു 5 എന്ന് വരും, അതായത് 625 ഗ്രാം എന്ന് വരും. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. ഇപ്പം നമ്മൾ ചെയ്തത് ഇന്നലെ ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാമേ. അലീഷയൊക്കെ ഓക്കെ ആണോ? അലീഷ, അർപ്പിതയൊക്കെ ഓക്കെ ആണോ? ഓക്കെയാണ് സർ. അതേപോലെ തന്നെ സേറ, നന്ദന ഒക്കെ ഓക്കെ ആണോ? നന്ദന, ശ്രീഹരി, 2 ശ്രീഹരിമാരും ഒക്കെ ഓക്കെ ആണോ? ശ്രീഹരി ഒക്കെ ഓക്കെ ആണോ? ശ്രീഹരി, ഏഞ്ചൽ ഒക്കെ ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഏഞ്ചൽ, സേറ ഒക്കെ ഓക്കെ ആണോ? നന്ദന? ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു 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 കൺസെപ്റ്റ് കൂടെ തരികയാണ്, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ തരികയാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ CBSE-കാരുടെ പരീക്ഷ കെമിസ്ട്രിയുടെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിക്കാൻ സാധ്യത, ഇപ്പം നമ്മൾ ചെയ്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ഞാനിപ്പോൾ തരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ ഏതെങ്കിലും പറഞ്ഞാൽ ചോദിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ലിമിറ്റിംഗ് റിയേജന്റ് ചോദിക്കുവാണെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. നോക്കിക്കോ. അപ്പം അടുത്ത ക്വസ്റ്റ്യനകത്ത് നോക്കിക്കോ. എ റിയാക്ഷൻ മിക്സ്ചർ for the production of NH3 gas contains 250 gram of N2 gas and 50 gram of H2 gas under suitable condition. Identify the limiting reactant, if any, and calculate the mass of NH3 gas produced. അപ്പം ഇവിടെ അവർ കെമിക്കൽ റിയാക്ഷൻ ഒന്നും തന്നിട്ടില്ല, അത് നമ്മൾ തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. നേരത്തെ കെമിക്കൽ റിയാക്ഷൻ തന്നതുകൊണ്ടല്ലേ ജ്യോതിസിന് കൂടുതൽ ഡൗട്ട് ഉണ്ടായത്. എന്നാൽ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടില്ല, അപ്പം നമ്മൾ തന്നെ ചെയ്യണം. അപ്പം എന്ത് ചെയ്യും? ജ്യോതിസ ഹാഫ് ഇട്ട് എഴുതാൻ പറ്റുമോ? ജ്യോതിസെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് ഇട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു വന്ന ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്തും ഒക്കെ പറയുന്നത് 2 എലമെന്റ് കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അത് വോളിയത്തിലാണെങ്കിലും മോൾസിലാണെങ്കിലും മോളിക്യൂൾസിന്റെ എണ്ണത്തിലാണെങ്കിലും 1.5 മോളിക്യൂൾ H2, 1.5 മോളിക്യൂൾ O2 ആയിട്ട് അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണെന്ന് പണ്ടുള്ള ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായേ? ഹൈഡ്രേറ്റഡ് മോളിക്യൂളിന്റെ കേസിൽ ചില കേസിൽ മാത്രമേ ഉള്ളൂ ബാലൻസ് ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു ഞാനൊരു
ഡിഗ്രി വരെ കെമിസ്ട്രിയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. കാരണം ഡിഗ്രി ഞാൻ ഫിസിക്സ് എടുത്തത്, എനിക്ക് കോംപ്ലിമെൻ്ററി കെമിസ്ട്രി പഠിക്കാനുണ്ടായിരുന്നു. അവിടെ വരെ പഠിച്ചപ്പോൾ ഞാൻ ഈ 1.5 മോളിക്യൂളിൻ്റെ ഒന്നും പഠിച്ചിട്ടില്ല. അതാകെ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ എടുക്കുമ്പം നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഹൈഡ്രേറ്റഡ് മോളിക്യൂൾസിൻ്റെ കേസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ബാലൻസിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ നിയമമില്ല. ശരി ശരി. ഓക്കെ, ഇനി നോക്കിയോ. ഇനി ഇവിടെ H2ഉം N2ഉം കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടായി മാറുക? H2 N2 കമ്പൈൻ ചെയ്തിട്ട് അമോണിയ NH3 ഉണ്ടാവുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ചെയ്യണം. ഇവിടെ 2 N ഉണ്ട്, ഇവിടെ ഒരു എണ്ണേ ഉള്ളൂ, 2 ഇട്ടു. അപ്പോൾ ഇവിടെ 6 ഹൈഡ്രജൻ വരുന്നു. അപ്പോൾ ഇവിടെ 6 ഹൈഡ്രജൻ വരാൻ വേണ്ടി ഇവിടെ 3 ഉണ്ട്. കഴിഞ്ഞു. അതിനർത്ഥം ഇവിടെ 3 മോൾ H2 റിയാക്ട്സ് വിത്ത് 1 മോൾ N2 പ്രൊഡ്യൂസ് 2 മോൾ NH3 ഓക്കെ ആണോ? 2 മോൾ NH3. അപ്പം ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് മാസിൽ പറഞ്ഞിരിക്കുന്നത് 250 ഗ്രാം N2 50 ഗ്രാം H2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയ ഉണ്ടാകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത അമോണിയയുടെ മാസം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ആരെ തമ്മിൽ കണക്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണോ അതിനെ വെച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പ്രോഡക്റ്റിന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി. എക്സസ് റിയേജന്റിനെ വെച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ 3 മോൾ റിയാക്ട് വിത്ത് 1 മോൾ N2 ആണ്. അപ്പം 3 മോളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം 3 മോളിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഇൻറ്റു എന്തെന്ന് എഴുതാം. 3 ഇൻറ്റു നമുക്കറിയാം ഹൈഡ്രജൻ്റെ എത്രയാണ്? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 2 1. അപ്പോൾ അങ്ങനെ 3 ഇൻറ്റു 2 6. അപ്പോൾ 6 ഗ്രാം അല്ലേ? ഓക്കെ, ഇവിടെ 6 ഗ്രാം എന്ന് വരും. 6 ഗ്രാം ഇവിടെ നൈട്രജൻ വരും. നൈട്രജൻ എന്ന് പറയുമ്പോൾ മോളിക്കൂളാണ്. അപ്പോൾ 2 ഇൻറ്റു എത്രയാണ്? 14 ആണ്. അതായത് 28 ഗ്രാം ആണ്. അതായത് 6 ഗ്രാം H2 റിയാക്ട്സ് വിത്ത് 28 ഗ്രാം N2 എന്ന് വന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 6 ഗ്രാം H2 റിക്വയർ 28 ഗ്രാം എന്ന് എഴുതാം. അങ്ങനെ എഴുതാം. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടെ കറക്റ്റ് ആവും. റിയാക്ട്സ് വിത്ത് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. റിക്വയർ 6 ഗ്രാം H2 റിക്വയർ 28 ഗ്രാം N2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഗ്രാമാണ് തന്നിരിക്കുന്നത്? N2 അല്ലെങ്കിൽ ഹൈഡ്രജൻ എത്ര തന്നിരിക്കുന്നത്? 50 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 50 ഗ്രാം H2 റിക്വയർ നമുക്കറിയത്തില്ല. റിക്വയർ എത്ര ഗ്രാം N2 ആണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് എത്രയാണ്? എക്സ് ഗ്രാം N2 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഇവിടെ 6/50 = 28/x എന്ന് എടുക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് കണ്ടുപിടിക്കാം. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ക്രോസ് ചെയ്താൽ മതി. x = 28 × 50 / എത്ര? 6 എന്ന് വരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ നമുക്ക് 2 വെച്ച് ഇത് 3 വരും, ഇത് 14 വരും. വീണ്ടും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബാലൻസ് എക്സ് എന്ന് പറഞ്ഞാൽ 50 അല്ലേ? പോയിന്റ് വരുമായിരിക്കും. 50 × 14 × 5 14 20 2 70 700/3. അപ്പം 700/3 എന്ന് പറയുമ്പോൾ 200 വെച്ച് കഴിയുമ്പോൾ 600 വരും. 220 വെച്ച് കഴിയുമ്പോൾ 660 വരും. 230 വെച്ച് കഴിയുമ്പോൾ 690 വരും. അപ്പോൾ 233 പോയിന്റ് സംതിങ് വരും. 233 ചെയ്യുമ്പോൾ 699 വരും. അപ്പോൾ 233.2 3 4 ഒക്കെ എടുക്കാം. ഞാൻ ഒരു റഫാണ് പറയുന്നത്, മനക്കണക്കാണ്. ഒരു 233.3 അങ്ങ് എടുക്കാം. ചെയ്ത് നോക്കിക്കോണേ, നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാനൊരു മനക്കണക്ക് വെച്ച് പറയാം. മനക്കണക്ക് വെച്ച് എങ്ങനെയാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200നെ 3 തവണ ഗുണിച്ച് കഴിഞ്ഞാൽ 600 കിട്ടും. നമുക്ക് 700 വരേണ്ടത്. അപ്പോൾ 220നെ 3 തവണ ഗുണിച്ചപ്പോൾ 660 കിട്ടി. 230നെ 3 തവണ ഗുണിച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 690 കിട്ടി. പിന്നെ 33 ചെയ്യുമ്പോൾ 699 കിട്ടും. അപ്പോൾ 700ഉം 699 തമ്മിൽ ഒരു 1ന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഒരു 0.3 0.2 അല്ലെങ്കിൽ 0.4 ഒക്കെ ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പം ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇത് ഉറപ്പാണ്, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കും. അപ്പോൾ അതവിടെ അങ്ങനെ വന്നു. അപ്പം ഇവിടെ നോക്കിയേ, നമ്മുടെ 250 ഗ്രാമിന് എത്ര ഗ്രാം വേണം? 233 ഗ്രാം വേണം. അപ്പം നമുക്ക് മനസ്സിലായി, ഇവിടെ താഴോട്ട് എഴുതാം. 50 ഗ്രാം H2 റിക്വയർ 233.3 ഗ്രാം N2. പക്ഷേ നമ്മുടെ ഇപ്പോൾ N2 എത്ര ഉണ്ട്? N2 250 ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് N2? അപ്പോൾ എക്സസ്സാണ്. ഇവിടെ ലിമിറ്റിംഗ് എന്താ? ലിമിറ്റിംഗ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പം ഇപ്പോൾ ഇവിടെ എഴുതാം. അപ്പം ഹിയർ there is 250 gram of N2.
So N2 will be the excess reagent. Excess reagent, and H2 will be the limiting reagent. മനസ്സിലാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. ലിമിറ്റിംഗ് റിയേജന്റ്. ഇനിയും നമുക്കറിയാം എന്താണ്, ഇനി നമുക്ക് മാസ് കണ്ടുപിടിക്കണം. എത്ര ഗ്രാം NH3 ഫോം ചെയ്യുന്നത് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇക്വേഷൻ എഴുതണം. 3H2 പ്ലസ് N2 ഗീവ്സ് എത്ര? 2NH3. ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണോ അതും എന്താണ് പ്രൊഡക്റ്റുമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. ലിമിറ്റിംഗ് റിയേജന്റ് ഇവിടെ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഇതും വെച്ച് വേണം ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ കണക്ട് ചെയ്യാൻ വേണ്ടി. ഇത് ഉപയോഗിക്കില്ല, കാരണം ഇത് എക്സസ് ആണ്. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, ഇത് 3 × 2 ആണ്, അതായത് 6 ഗ്രാം H2 പ്രൊഡ്യൂസ് എത്ര? 2 × NH3 എന്ന് പറയുമ്പോൾ നൈട്രജൻ 14 പ്ലസ് 3, അപ്പം 2 × 17, അപ്പോൾ എത്ര വരും? 34 ഗ്രാം ഇല്ലേ? അപ്പം 6 ഗ്രാം H2 പ്രൊഡ്യൂസ് 34 ഗ്രാം എന്താണ് അമോണിയാണ് ഇല്ലേ? അപ്പോൾ അത് വേണമെങ്കിൽ എഴുതാം. 6 ഗ്രാം H2 പ്രൊഡ്യൂസ് 34 ഗ്രാം NH3. സോ നമുക്ക് 50 ഗ്രാം ഉണ്ട് H2. 50 ഗ്രാം H2 പ്രൊഡ്യൂസ് എത്ര ഗ്രാം അറിയത്തില്ല, X ഗ്രാം NH3 എന്ന് എടുത്തു. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് കണ്ടുപിടിക്കാൻ വേണ്ടി 6/50 ചെയ്തിട്ട് 6/50 = 34/x ചെയ്താൽ മതി. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ x = 34 × 50/6 എന്ന് വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുന്നു. 17, ഇത് 3. വീണ്ടും നമുക്ക് പോയിന്റ് തന്നെ വരും. 50 × 17 അല്ലേ? 7×5 35. 7×5 5 3 8 850/3. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 700 എന്ന് പറയുമ്പോൾ 233 ആയിരിക്കും. അപ്പം 240 വരുമ്പോഴത്തേക്കും 12 720 വരും. 250 വരുമ്പോഴത്തേക്കും 750. അപ്പോൾ ഒരു 280 സംതിങ് വരും. ഒന്ന് ചെയ്ത് നോക്കണേ, ഇത് എത്ര വരും എന്നൊന്ന് നോക്കിയാണ്. 280 സംതിങ് വരുമേ. 280 സംതിങ് വരും. 2 6 25 3 24 1 10 283.3 തന്നെ വരുമേ. ഇതായിരിക്കും ആൻസറേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, അവിടെ ഇല്ലേ 15 ഗ്രാം H2 റിക്വയർഡ്, ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ 250 ഗ്രാം എങ്ങനെ വന്നേ? അത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടല്ലോ, 250 ഗ്രാം നൈട്രജനാ. 50 ഗ്രാം കണ്ടു ഞാൻ അത് എഴുതിയില്ല ഇപ്പോഴേ. അതായത് ഇവര് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മള് 6 ഗ്രാമിന് 28 ഗ്രാം 6 ഗ്രാം ഹൈഡ്രജന് 28 ഗ്രാം നൈട്രജൻ വേണം. 50 ഗ്രാമിന് എത്ര വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടി 50 ഗ്രാമിന് 233.3 ഗ്രാം നൈട്രജൻ മതി. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ 250 ഗ്രാം ഉണ്ടെന്നാണ്. അപ്പം 17.7 ഗ്രാം എക്സസ് ഉണ്ട്. അപ്പം നൈട്രജൻ അവിടെ എക്സസ് റിയേജന്റും ഹൈഡ്രജൻ അവിടെ ലിമിറ്റിംഗ് റിയേജന്റുമാണ്. മനസ്സിലായോ? ആയെങ്കിലായെന്ന് പറയും. ഇപ്പം ആരാ ചോദിച്ചത്? ഞാൻ ഷേവ ചോദിച്ചത്. ഓക്കെ.
എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ഒരു ഒറ്റ ക്വസ്റ്റ്യനോട് ചെയ്യിപ്പിക്കാനുള്ള സമയമുണ്ട് ഈ ലിമിറ്റിംഗ് റിയേജൻ്റ് തന്നെ. നോക്കിക്കോളൂ. എഴുതാനുണ്ടെങ്കിൽ പറയണം. അലീഷയൊക്കെ മനസ്സിലായോ ഇത്? അലീഷ മനസ്സിലായി സാർ. ഓക്കെ. ഇങ്ങനെയാണോ പഠിച്ചു വെച്ചത് അതോ വേറെ രീതിയിലാണോ പഠിച്ചു വെച്ചത്? ഇങ്ങനെ പഠിച്ചു വെച്ച്. ഇത് ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല, നിങ്ങൾ തന്നെ ചെയ്യണേ. ഇത് ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല, നിങ്ങൾ തന്നെ ചെയ്യാം. കൺസിഡർ the reaction. Consider the reaction in which consider the reaction in which 3 gram of hydrogen reacts with 3 gram of hydrogen reacts with 30 gram of oxygen to form water under suitable condition. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, find the number of moles of find number of moles of H2 and O2 respectively. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, identify the limiting reagent. Identify the limiting reagent and calculate the amount of water produced. The amount of water produced in the reaction. ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 ഉം O2 ഉം കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഈ റിയാക്ഷൻ എഴുതിയിട്ട് ഇത് നിങ്ങൾ തന്നെ ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ലേ, നിങ്ങൾ തന്നെ ചെയ്യാം. ഒന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ സമയം. 5 മിനിറ്റ് കൂടെ അതിനുള്ളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഹോംവർക്കായിട്ട് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് ചെയ്യാം. ശരിക്കും ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരു ടൈപ്പ് കൂടെ ഉള്ളായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഈ ചാപ്റ്റർ തീർന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്താൽ 5 മിനിറ്റ് തരാം. എക്സാം ഉള്ളവർ വേണമെങ്കിൽ ലെഫ്റ്റ് അയക്കോ കേട്ടോ. എക്സാം ഉള്ളവർ വേണമെങ്കിൽ ലെഫ്റ്റ് അയക്കോ ചെയ്ത് അയച്ചാൽ മതി. നാളെ എക്സാം ഉള്ളവർ ലെഫ്റ്റ് അയക്കോ. Sir, okay, sir. Thank you, sir. Thank you, sir. Okay. ഇത് എന്താ നമ്പർ ഓഫ് മോൾസിൽ S2 ഉം O2 ഉം വേറെ ആയിട്ടല്ലേ എടുക്കുന്നത്?
എത്ര മോള് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. എത്ര മോള് H2 ഉണ്ട് ഈ റിയാക്ഷനകത്ത്, അല്ലെങ്കിൽ ഈ ഗ്രാമിനകത്ത് എത്ര മോൾ H2 ഉണ്ട്, എത്ര മോൾ അവർ തന്നിരിക്കുന്ന ഗ്രാം വെച്ചിട്ട് വേണം അതിന്റെ മോൾസ് കണ്ടുപിടിക്കാൻ. മനസ്സിലായോ? നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഹൈഡ്രജന്റെയും അതേപോലെ തന്നെ ഇതിന്റെയും മോൾസ്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ആറ്റം ആണെങ്കിൽ ആറ്റത്തിലുള്ളതും മോളിക്കൂൾ ആണെങ്കിൽ മോളിക്കൂളുള്ളതും അതേപോലെ പാർട്ടിക്കിൾ ആണെങ്കിൽ പാർട്ടിക്കിൾ ഉള്ളതും നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ രണ്ടും മോളിക്യൂൾസാ, ഹൈഡ്രജൻ മോളിക്കൂൾ ഓക്സിജൻ മോളിക്കൂളിന്റെ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്, അല്ല സോറി മോളാർ മാസ്. നിങ്ങളിത് ചെയ്ത് അയച്ചാൽ മതിയേ, അടുത്ത ക്ലാസ്സിൽ ചെയ്ത് അയച്ചാൽ മതി. ലെഫ്റ്റ് ആയിക്കോ എല്ലാവരും കേട്ടോ, ചെയ്ത് അയച്ചാൽ മതിയേ. Thank you, sir. ഓക്കെ. സാറേ എനിക്ക് നാളെ ക്ലാസ് ഇല്ല. ആരാ? ഷേബ. നാളെ നമ്മൾ ക്ലാസ് വെക്കുന്നില്ല, അതിന് പകരം ഇന്ന് എടുത്തത്. നമുക്കിനി ശനിയാഴ്ച കേട്ടോ. ആ. ഓക്കെ.